ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കുവൈറ്റ് യാത്ര അനിശ്ചിതത്വത്തിൽ. കേന്ദ്ര സർക്കാർ യാത്രാ അനുമതി നൽകിയില്ല. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി കുവൈറ്റിലുള്ളതിനാൽ സംസ്ഥാന സർക്കാർ പ്രതിനിധി പോകേണ്ടതില്ല എന്നാണ് തീരുമാനം. മണിക്കൂറുകളായി മന്ത്രി വിമാനത്താവളത്തിൽ തുടരുകയാണ്. സഹിൽ ആന്റണി ചേർന്ന വിവരങ്ങളുമായി. സഹിൽ, മന്ത്രിയുടെ യാത്ര അനിശ്ചിതത്വത്തിൽ ആകുന്ന സാഹചര്യം എന്താണ്? സേതുലക്ഷ്മി, ഇന്ന് മണിക്കൂറുകളായി മന്ത്രി ഇപ്പോൾ വിമാനത്താവളത്തിൽ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം യാത്രാ അനുമതി ഇതുവരെ മന്ത്രിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഇത്തരം അനുമതികൾക്ക് മന്ത്രിമാർക്ക് ഇത്തരം അനുമതികൾ കൊടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ആവശ്യമാണ്, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അടക്കം അനുമതി ആവശ്യമാണ്. എന്നാൽ ഇതുവരെ മന്ത്രി വീണ ജോർജിന് അത്തരത്തിലുള്ള ഒരു അനുമതി ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതിനിധി നിലവിൽ കുവൈത്തിലുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ പ്രതിനിധി പോകേണ്ടതില്ല എന്നാണ് തീരുമാനമെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതുകൊണ്ട് തന്നെയാണ് മന്ത്രി വീണ ജോർജിന് ഈ നിമിഷം വരെ കേന്ദ്ര സർക്കാർ അനുമതി നൽകാത്തത് എന്നാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും മണിക്കൂറുകളായി മന്ത്രി വിമാനത്താവളത്തിൽ തുടരുകയാണ്. 2 വിമാനങ്ങളാണ് നിലവിൽ കുവൈത്തിലേക്കുള്ളത്. അതിൽ ഒരു വിമാനം പുറപ്പെട്ടു കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത് ഒരു വിമാനം കൂടി മാത്രമാണ് ഉള്ളത്. ആ വിമാനത്തിൽ കൂടി മന്ത്രിക്ക് അനുമതി കിട്ടിയില്ലെങ്കിൽ മന്ത്രിയുടെ യാത്ര മുടങ്ങും, മന്ത്രി മടങ്ങിപ്പോരേണ്ടി വരും. എന്തായാലും ഈ നിമിഷം വരെ മന്ത്രിക്ക് അനുമതി ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയമായി തന്നെ ഈ ഒരു വാർത്തയെ നമ്മൾ വിലയിരുത്തേണ്ടി വരും. കാരണം കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതിനിധി അവിടെ ഉള്ളതുകൊണ്ട് സംസ്ഥാന സർക്കാർ പ്രതിനിധി പോകേണ്ടതില്ല എന്നൊരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ആണ് വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിക്ക് ഈ മണിക്കൂറുകളായി ഈ യാത്രയ്ക്കായുള്ള അനുമതി അത് ഇപ്പോഴും തുടരുകയാണോ? കേന്ദ്രത്തിൽ നിന്നൊരു അനുമതി ലഭിക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാനം ഇപ്പോഴും തുടരുകയാണോ? ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സേതുലക്ഷ്മി. എന്തായാലും ഇനി ഏതാനും ഒരു മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. അതിനുള്ളിൽ മന്ത്രിക്ക് അനുമതി ലഭിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും മന്ത്രിക്ക് തന്റെ യാത്ര മുടക്കേണ്ടതായി വരും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ അവരുടേതായ ഒരു പ്രതിനിധിയെ അവിടേക്ക് അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ ഒരു പ്രതിനിധി ഈ സാഹചര്യത്തിൽ അങ്ങോട്ടേക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മന്ത്രിയുടെ യാത്ര അനിശ്ചിതത്തിൽ ആയിരിക്കുന്നത്. മണിക്കൂറുകളായി വിമാനത്താവളത്തിൽ തുടരുന്ന മന്ത്രിക്ക് ഈ ഘട്ടത്തിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സാധാരണ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം യാത്രകൾ വരുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു അനുമതി ജനപ്രതിനിധികൾക്ക് പ്രത്യേകിച്ചും മന്ത്രിമാർക്ക് ആവശ്യമാണ്. അത്തരത്തിലുള്ള ഒരു അനുമതി ലഭിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വീണ ജോർജ് ഇപ്പോഴും അവിടെ തുടരേണ്ടി വരുന്നത്. സേതുലക്ഷ്മി. ഓക്കെ, സഹിൻ തുടരുക. ഞാൻ മഹേഷ് ചന്ദ്രനിലേക്ക് കൂടി പോവുകയാണ്. മഹേഷ്, ഈ മന്ത്രി കുവൈറ്റിലേക്ക് പോകുമെന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞതാണ്. ഒരുപക്ഷെ അപ്പോൾ തന്നെ അനുമതി തേടിയിട്ടുമുണ്ടാകും. ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതിനിധി അവിടെ ഉള്ളതിനാൽ മന്ത്രി തിടുക്കപ്പെട്ടു പോകേണ്ടതില്ല എന്നാണ് തീരുമാനം അറിയിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ ഒരു കീഴ്വഴക്കം നേരത്തെ ഉണ്ട്. ഇപ്പോൾ ഒരു കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി ഈ അപകട സ്ഥലത്തുണ്ടെങ്കിൽ സംസ്ഥാന മന്ത്രിമാരാരും അവിടേക്ക് പോകേണ്ടതില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ടോ? അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാലാണോ ഈ ഒരു യാത്രയ്ക്ക് അനുമതി ഇതുവരെ കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? സേതുലക്ഷ്മി, അടിയന്തരമായ യാത്രയ്ക്കുള്ള അനുമതിക്ക് വേണ്ടി ഉള്ള മെയിലുകൾ അയച്ചിരുന്നു. ഇന്ന് രാവിലെ തന്നെ മന്ത്രി വീണ ജോർജിന് കുവൈറ്റിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരു അടിയന്തര സാഹചര്യത്തിൽ അടിയന്തരമായിട്ട് അനുമതി വേണ്ടിവരും. മന്ത്രിമാർക്ക് അനുമതി കൂടാതെ ഇന്ത്യക്ക് പുറത്തേക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. അതിന് കുറെ മാനദണ്ഡങ്ങളും കുറെ കാര്യങ്ങളും അതിന് വിവരങ്ങളെല്ലാം തന്നെ അറിയിക്കുക, കുറെ കാര്യങ്ങളുണ്ട്. ആ നിഷ്കർഷകളൊന്നും ഇത്ര അടിയന്തര സാഹചര്യത്തിൽ പാലിക്കേണ്ടതില്ല. അടിയന്തര സാഹചര്യത്തിൽ ആ സാഹചര്യത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അനുമതി നൽകുകയാണ് സ്വാഭാവികമായി ചെയ്യേണ്ടത്. അത്തരമൊരു അനുമതി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും മന്ത്രി വീണ ജോർജ് ഉള്ളത്. വിമാനം പുറപ്പെടാൻ വൈകുമെന്നാണ് അറിയുന്നത്. 10:40 വിമാനം. അതിനു മുമ്പ് തന്നെ അനുമതി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് മന്ത്രി എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ സാഹചര്യത്തിൽ മലയാളികൾ ഇത്രയധികം പേർ മരിച്ച ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഏകോപനത്തിന് മന്ത്രി അങ്ങോട്ട് പോകുന്നത് നല്ല തീരുമാനം നില തന്നെയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിട്ടുള്ളത്. ഈ മഹേഷ്, ഈ ഒരു കാര്യം ഇതിൽ കൂടി ചേർത്ത് ചോദിക്കാനുള്ളത്, ഈ മരിച്ചത് 45 ഇന്ത്യക്കാരെന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരണം. അതിൽ 23 പേർ മലയാളികളാണ്. അതിൽ 9 പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുള്ളൊരു മന്ത്രി അവിടെ ചെന്നെത്തി നേരിട്ട് കാര്യങ്ങൾ ഏകോപിപ്പിക്കും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു മലയാളികൾ എല്ലാവരും. പക്ഷേ ഇപ്പോൾ ഈ യാത്രാ അനുമതി ഇതുവരെ ലഭിക്കാതിരിക്കുമ്പോൾ ഇനി ഒരു യാത്രാനുമതി ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? കേന്ദ്ര സർക്കാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു നല്ലൊരു സമീപനം നമുക്ക് പ്രതീക്ഷിക്കാമോ?
കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ അല്ലെങ്കിൽ അത് കാര്യങ്ങൾ ആശയവിനിമയം നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രി വീണ ജോർജുമായി സംസാരിച്ചിരുന്നു. വീണ ജോർജ് പറഞ്ഞത് 10:40 ഫ്ലൈറ്റിന്റെ സമയം വൈകിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതിന് മുമ്പായിട്ട് അനുമതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ കുവൈറ്റിലേക്ക് യാത്ര തിരിക്കുമെന്നാണ് പറഞ്ഞത്. ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ മറ്റു കാര്യങ്ങളിലേക്ക് സാധാരണഗതിയിൽ ഒരു മന്ത്രി വിദേശരാജ്യം സന്ദർശിക്കുമ്പോൾ എവിടെയൊക്കെ പോകുന്നു, എന്താണ് പരിപാടി, അത്ര വലിയ വിശദ വിവരങ്ങൾ കൊടുക്കാനുണ്ട്. അത്തരം വിവരങ്ങൾ കൊടുത്ത് അത് അവർ ക്രോസ് ചെക്ക് ചെയ്ത് അനുമതി കൊടുക്കുക, അങ്ങനെ കുറച്ച് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ് സാധാരണഗതി. അതിന് ഇവിടെ അടിയന്തരമായ ഒരു സാഹചര്യം, ഒരു അപകട സാഹചര്യമാണ്. ആ അപകട സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അവിടേക്ക് പോകുന്നത്. ആ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അനുമതി നൽകുമെന്ന പ്രതീക്ഷ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ മഹേഷ്, സഹിനിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. സഹിൻ, ഈ മഹേഷ് ചന്ദ്രൻ പറഞ്ഞ പോലെ അടിയന്തരമായ ഒരു സാഹചര്യമാണ്, അസാധാരണമായ സാഹചര്യമാണ് ഇപ്പോഴത്തേത്. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ അനുമതി നിഷേധിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മറ്റ് മന്ത്രിമാരാരെങ്കിലും അവിടേക്ക് എത്തിയിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു അനുകൂല തീരുമാനം ഉടനെങ്ങാനും നമുക്ക് പ്രതീക്ഷിക്കാമോ? മന്ത്രി ഇപ്പോഴും അവിടെ തുടരുകയാണോ? വിവരങ്ങൾ, ഏറ്റവും പുതിയ വിവരങ്ങൾ. സേതുലക്ഷ്മി, നേരത്തെ മഹേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണഗതികളിൽ ഇത്തരം സന്ദർഭങ്ങളിൽ മന്ത്രിമാർക്ക് അനുമതികൾ നൽകാറുണ്ട്. പക്ഷേ ഇത് രാഷ്ട്രീയമായി തന്നെ ഇതിനെ കാണേണ്ടി വരും. കാരണം കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതിനിധി ഉള്ളതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ആള് പോകേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഘട്ടം വരെയും മന്ത്രിക്ക് അനുമതി നൽകാതിരിക്കുന്നത് എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ 8:05 പുറപ്പെടേണ്ടിയിരുന്ന കുവൈത്ത് വിമാനം, ആ വിമാനത്തിൽ പോകാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ വീണ ജോർജിനുണ്ടായിരുന്നു. അവസാന ഘട്ടം വരെ അനുമതിക്ക് വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ആ വിമാനത്തിൽ വീണ ജോർജിന് പോകാൻ കഴിഞ്ഞില്ല. അനുമതി ലഭിക്കാതിരുന്നുകൊണ്ട് മാത്രമാണ് ആ വിമാനത്തിൽ പോകാൻ കഴിയാതിരുന്നത്. ഇനി 9:40 അടുത്ത വിമാനമുള്ളത്. ആ 9:40 മന്ത്രിക്ക് അനുമതി ലഭിക്കുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുകയില്ല. മഹേഷ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സാഹചര്യം മാറി വരികയാണ്. അത് അങ്ങനെ ഒരു സാഹചര്യം മാറിയാൽ മാത്രമേ ഇനി മന്ത്രിക്ക് അനുമതി ലഭിക്കുകയുള്ളൂ. എന്തായാലും ഈ ഘട്ടം വരെ മന്ത്രിക്ക് അനുമതി ലഭിച്ചിട്ടില്ല. സേതുലക്ഷ്മി, ശരി സഹിൻ, മഹേഷ് തുടരുന്നുണ്ട്. നമുക്ക് മഹേഷ്, ഈ മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കുമ്പോൾ മുഖ്യമന്ത്രിയും എത്തും എന്നിപ്പോൾ വാർത്തകൾ വരുന്നു. അതിന്റെയും കൂടി വിശദാംശങ്ങൾ പറയൂ. സേതുലക്ഷ്മി, മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. രാജധാനി എക്സ്പ്രസിലാണ് അദ്ദേഹം യാത്ര തിരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ കൂടാതെ നാളെ അവിടെ എറണാകുളത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്നത് മന്ത്രി പി രാജീവ്, മന്ത്രി കെ രാജൻ എന്നിവരും അവിടെ എത്തും. ഈ സാഹചര്യം കണക്കെടുത്തുകൊണ്ട് ലോക കേരള സഭ ഉദ്ഘാടനം നാളെ രാവിലത്തെ മാറ്റിവെച്ചു. അത് വൈകുന്നേരത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ലോക കേരള സഭ രാത്രിയുടെ സമ്മേളനത്തിലേക്ക് അതിന്റെ സമയക്രമത്തിന് മാറ്റം വരുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ മഹേഷ്, എന്താണെങ്കിലും ഇപ്പോൾ ആരോഗ്യമന്ത്രി രാവിലെ തന്നെ പറഞ്ഞിരുന്നു, മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞതാണ് കാര്യങ്ങൾ, അവിടുത്തെ കുവൈറ്റിലെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ മന്ത്രി കുവൈറ്റിലേക്ക് യാത്ര തിരിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ യാത്രയാണ് ഇപ്പോൾ കുറച്ചു നേരമായി അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇതുവരെ മന്ത്രിക്ക് യാത്രാ അനുമതി നൽകിയിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതിനിധി കുവൈറ്റിലുള്ള ഒരു സാഹചര്യത്തിൽ സംസ്ഥാന മന്ത്രി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രതിനിധി അവിടേക്ക് തിടുക്കപ്പെട്ടു പോകേണ്ട സാഹചര്യം ഇല്ല എന്നൊരു വിശദീകരണമാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത്. കുവൈറ്റിലേക്ക് ഈ ഒരു സമയത്ത് 2 വിമാനങ്ങളായിരുന്നു രാത്രി. അതിൽ ഒരു വിമാനം പുറപ്പെട്ടു കഴിഞ്ഞു, മറ്റൊരു വിമാനം 10:30 പുറപ്പെടും. ആ വിമാനത്തിലേക്ക് പോകാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളൊരു സാഹചര്യമാണ്, ഒരു സാധ്യതയാണ് മന്ത്രി ഇപ്പോഴും പരിശോധിക്കുന്നത്. മന്ത്രി ഇപ്പോഴും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തുടരുന്നതായാണ് വിവരം. യാത്രാനുമതി ഒരു പക്ഷേ ലഭിച്ചേക്കും. മന്ത്രി എന്താണെങ്കിലും അവിടെ തന്നെ തുടരുകയാണ്. വിവരങ്ങൾ നൽകിയത് സഹിൻ ആന്റണിയും ഒപ്പം മഹേഷ് ചന്ദ്രനുമാണ്. നാളെ നെടുമ്പാശ്ശേരിയിൽ ഈ ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തും എന്നുള്ള വിവരവും പുറത്തുവരുന്നു. മഹേഷ് ചന്ദ്രനും സഹിൻ ആന്റണിയുമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തും.